പ്രിയമുള്ളവരെ, ഞാൻ രാജി അരവിന്ദാണ്. ഇന്ന് സർവ്വദേശീയ വനിതാ ദിനമാണ്. 2026 മാർച്ച് 8 സർവ്വദേശീയ വനിതാ ദിനമായി ആചരിക്കുമ്പോൾ പെണ്ണിലും പബ്ലിക്കേഷൻ ഈ ദിവസത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മളൊരു പുസ്തകം ഇറക്കിയിട്ടുണ്ട്. ഇന്നതിൻ്റെ പ്രകാശന കർമ്മം തിരുവനന്തപുരത്ത് നടക്കുകയാണ്. അതിജീവിതരുടെ അഗ്നിച്ചിറകുകൾ എന്ന ടൈറ്റിലോടുകൂടിയാണ് പെണ്ണിലും പബ്ലിക്കേഷൻ ഈ വർഷത്തെ സർവ്വദേശീയ വനിതാ ദിനത്തിൽ എഴുതിയിരിക്കുന്നത്. 19 എഴുത്തുകാർ അവരുടെ ആത്മകഥ അനുഭവങ്ങളും അവരുടെ പ്രിയപ്പെട്ടവർ അനുഭവിച്ച വേദനകളും ഒക്കെ നേരിൽ കണ്ട് പകർത്തിയ എഴുത്തുകളാണ് ഈ ലേഖനമായിട്ട് ഈ പുസ്തകത്തിലുള്ളത്. അതിജീവനം എങ്ങനെ നടന്നു, പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നു, ജീവിതം എങ്ങനെ തിരിച്ചു പിടിച്ചു, അതിൻ്റെ എല്ലാ നേർക്കാഴ്ചകളാണ് ഈ 19 ലേഖനത്തിലും ഈ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ വർഷം സർവ്വദേശീയ വനിതാ ദിനത്തോടനുബന്ധിച്ച് ചരിത്രത്തോടൊപ്പം നടന്നവർ എന്നുള്ള ടൈറ്റിലോടുകൂടി പെണ്ണിലും പബ്ലിക്കേഷൻ്റെ 2ാമത്തെ വനിതാ ദിന പുസ്തകം ഞങ്ങൾ പുറത്തിറക്കിയിരുന്നു. ലോക നിലവാരത്തിലുള്ള സ്ത്രീകൾ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെ ജീവിതത്തിൻ്റെ, സമൂഹത്തിൻ്റെ, ലോകത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വന്നു എന്ന് തെളിയിക്കുന്ന കുറേ അനുഭവങ്ങളെ ഓർത്തിണക്കിക്കൊണ്ടാണ് ഞങ്ങൾ കുറേയധികം സ്ത്രീകളെ, 30ഓളം സ്ത്രീകളെ നമ്മളതിനകത്ത് അവരെക്കുറിച്ച് എഴുതിയിരുന്നു. അതാണ് 2025 ഞങ്ങൾ പുറത്തിറക്കിയത്. ആദ്യത്തെ വർഷം പെണ്ണിലം രൂപീകരിച്ചതിന് ശേഷമുള്ള ആദ്യത്തെ വനിതാ ദിനം 2024 മാർച്ചിലായിരുന്നു. അതിൽ പെണ്ണില്ലത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, വനിതാ ദിനത്തിൽ പെണ്ണില്ലത്തിൻ്റെ കാഴ്ചപ്പാടുകൾ, സ്ത്രീകൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ, അതിന് പരിഹാരം കാണേണ്ടതിൻ്റെ ആവശ്യകതകൾ, ഇതെല്ലാം കാണിച്ചുകൊണ്ടുള്ള ഒരു ലേഖന സമാഹാരമായിരുന്നു ഞങ്ങൾ 2024. അപ്പോൾ 24, 25, 26 വർഷങ്ങളിൽ പെണ്ണിലും പബ്ലിക്കേഷൻ്റെ ബാനറിൽ നമ്മൾ സ്ത്രീകളുടെ വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പുസ്തകമാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. അതിജീവനത്തിൻ്റെ പാതയിലൂടെ കടന്നു വന്നവർ എങ്ങനെയാണ് ജീവിതം തിരിച്ചു പിടിച്ചത് എന്ന് സമൂഹത്തിനോട് ബോധ്യപ്പെടുത്തുമ്പോൾ അതൊരു മോട്ടിവേഷനായിട്ട്, അതൊരു പ്രചോദനമായിട്ട് വായനക്കാരിലേക്ക് എത്തണം. സ്ത്രീ സംഘടന എന്നുള്ള നിലയിൽ സ്ത്രീകളുടെ വിഷയങ്ങൾ അവതരിപ്പിച്ചുകൊണ്ട് സ്ത്രീകൾക്ക് എങ്ങനെ സമൂഹത്തിൽ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിച്ച് എങ്ങനെ ജീവിക്കാൻ കഴിയും, എങ്ങനെ ജീവിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ആ പുസ്തകത്തിൽ ഞങ്ങൾ ബോധ്യപ്പെടുത്തുക. അത് ഒരു സ്ത്രീ സംഘടന എന്നുള്ള നിലയിൽ നമ്മുടെ കടമയാണ്, നമ്മുടെ ബാധ്യതയാണ്. അത് വെളിപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ആ പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത്. ആ പുസ്തകം ഇന്ന് തിരുവനന്തപുരത്ത് പ്രകാശനം ചെയ്യപ്പെടുകയാണ് 4 മണിക്ക്. എല്ലാ പെണ്ണില്ല അംഗങ്ങൾക്കും അതിലെഴുതിയ എഴുത്തുകാർക്കും എല്ലാവരും ആശംസകളും നേരാൻ ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നതോടൊപ്പം തന്നെ പെണ്ണില്ലത്തിൻ്റെ അംഗങ്ങളായ നിരവധി സ്ത്രീകൾ ഈ പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ്. പെണ്ണില്ലത്തിൻ്റെ എല്ലാ അംഗങ്ങൾക്കും സർവ്വദേശീയ വനിതാ ദിനത്തിൻ്റെ ഈ വനിതാ ദിന സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട് ഈ വർഷത്തെ വനിതാ ദിന ആചരണത്തോടുകൂടി പുതിയ മാനം കൈവരിച്ച് നമ്മൾക്ക് മുന്നിൽ ഉയർന്നു വന്നിട്ടുള്ള പ്രതികൂലമായ സാഹചര്യങ്ങളെയൊക്കെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള ഒരു മനക്കരുത്തും, അതിലൂടെ നമ്മൾക്ക് സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്ക് വരാനുള്ളൊരവസരവുമായി തുടർന്നുള്ള ദിവസങ്ങൾ നമ്മുടെ മുന്നിൽ വന്നിട്ടുള്ള എല്ലാ അവസരങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഒരു വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ 2026 നമുക്ക് കഴിയണം.
അതിനുവേണ്ടി നമ്മുടെ അംഗങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ വനിതാ ദിന ആശംസകളും നേരുന്നു. പെണ്ണില്ലം പബ്ലിക്കേഷൻ്റെ, പെണ്ണില്ലം സംഘടനയുടെ മാത്രമല്ല ലോകത്തുള്ള മുഴുവൻ സ്ത്രീകൾക്കും ഈ ദിനം സന്തോഷത്തിൻ്റേതാണ്, പ്രതീക്ഷയുടേതാണ്. എല്ലാവർക്കും വളരെ സന്തോഷപൂർവ്വം പെണ്ണില്ലം സംഘടനയുടെ പേരിൽ വനിതാ ദിന ആശംസകൾ നേർന്നുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, ഞാൻ ലേഖ. മാർച്ച് 8 വനിതാ ദിനം പ്രത്യേകിച്ച് പെണ്ണില്ലത്തിലെ സ്ത്രീകളെ പറഞ്ഞു മനസ്സിലാക്കേണ്ട യാതൊരു കാര്യവുമില്ല. നമ്മൾ വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് നമ്മൾ സ്ത്രീകൾ എവിടെ വരെ എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് കാലങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ത്രീകളുടെ ശക്തിയും പരിശ്രമവും നേട്ടങ്ങളും ആദരിക്കപ്പെടുക എന്ന് പറയുന്നത് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുകയാണ്. സ്ത്രീ എന്ന് പറഞ്ഞാൽ അമ്മയായും സഹോദരിയായും ഭാര്യയായും വിവിധ റോളുകളിൽ പ്രത്യക്ഷപ്പെടുന്നത് നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. പുരുഷനോളം നമ്മൾ ശാക്തീകരിച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും സഹനശക്തിയുടെ പര്യായമായിട്ട് നമുക്ക് മാത്രമേ നിൽക്കുവാൻ സാധിക്കുകയുള്ളൂ. വ്യത്യസ്ത മേഖലകൾ, അധ്യാപികയായാലും ഡോക്ടറായാലും പല മേഖലകളിലും നമ്മുടെ കഴിവ് തെളിയിച്ചുകൊണ്ട് നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു കാലഘട്ടത്തിൽ വിവിധ വേഷങ്ങൾ കൈകാര്യം ചെയ്യുന്നതോടൊപ്പം എഴുത്തുകാരിയുടെ റോളും വളരെ ഭംഗിയോടുകൂടി നമ്മൾ സാക്ഷാത്കരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. ഈ സമയത്ത് പെണ്ണില്ലത്തിലെ പ്രിയപ്പെട്ട സ്ത്രീകൾക്ക്, പ്രിയപ്പെട്ട അംഗങ്ങൾക്ക് മാർച്ച് 8 വനിതാ ദിനത്തിൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു.